കാരണം ഇന്ന് ഞാൻ ബസ്സിന് പോകണോ വണ്ടിക്ക് പോകണോ ബസ്സിന് പോകണോ കാറിന് പോകണോ എന്നിങ്ങനെ ചടച്ച് നിൽക്കുകയാണ്. അവസാനം ഞാൻ ട്രോസ് ഇട്ട് കാറിന് പോകണം. കാറിന് വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തോട് കൂടി ഒരു മൈന മുന്നിലേക്ക് ചാടി, ഒറ്റ മൈന മുന്നിലേക്ക് ചാടി. ഈ സിറ്റുവേഷനിൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ എന്തായിരിക്കും നിങ്ങളുടെ ഒരു അഭിപ്രായം? ഒറ്റ മൈന മുന്നിലേക്ക് ചാടി ചടച്ച് നിൽക്കുന്ന സമയത്ത് വണ്ടീൻ്റെ മുന്നിക്കൊരു മൈനയും ചാടി മഴയും പെയ്ത് ആകെ ചടച്ച് നിൽക്കുന്ന സമയം എന്തായിരിക്കും നിങ്ങളുടെ ഒരു അവസ്ഥ? നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് നിങ്ങളൊരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്തോ സംതിങ് റോങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ വണ്ടീൻ്റെ മുന്നിലാണെങ്കിൽ JCB ബ്ലോക്കാക്കി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഞാൻ ഈ ബ്ലോക്കൊക്കെ മാറിയിട്ടുള്ള വീഡിയോ ഇങ്ങനെ കാണിച്ചു തരാം. എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ എന്ന് ഇങ്ങനെ മഴ നല്ല രസമാണ്. ഈ മഴയത്ത് വണ്ടി ഇങ്ങനെ ഓടിച്ചിങ്ങനെ ചില്ലായിട്ട് ഇങ്ങനെ പോകാൻ രസമാണ്. പക്ഷേ ഇങ്ങനെ ചടച്ച് നിൽക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഓരോ അവസ്ഥയും പിന്നെ എന്തെടുത്താലും നെഗറ്റീവ് ഫീൽ ചെയ്യുന്നൊരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടെന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ റോങ് സൈഡിൽ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ നിർത്തി ഓവർടേക്കാനും പറ്റത്തില്ല. ചാട്ടപ്പ് അടിച്ചങ്ങോട്ട് കയറ്റിയാലോ വണ്ടി പടായിരിക്കും. പിന്നെ എൻ്റെ അപ്പോ ഫ്രണ്ടേജും കൂടി ഇല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അതിൻ്റെ പ്രശ്നം എനിക്കല്ല അഥവാ വണ്ടി പാടായാലേ അപ്പോൾ കാണാം. അപ്പോൾ ഞാൻ AC ഇട്ടിട്ടല്ല പോകുന്നത്. കാരണം AC നോക്കി പോകാൻ എനിക്കൊരു ഭയങ്കരமான ചടപ്പ്. സോ ഞാൻ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടിട്ട് മഴയൊക്കെ ആസ്വദിച്ചാണ് പോകുന്നത്. കയ്യിൽ ഗോപ്രോ ഉണ്ട്. സീറ്റിൽ മഴച്ചാറ്റിൽ കൊള്ളട്ടാന്ന് എനിക്ക് സേഫാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഗോപ്രോയിലല്ല എടുക്കുന്നത്, എൻ്റെ ഫോണിലാണ്. 108 MB മെഗാ മാക്സോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസ്സിന് ചെറിയൊരു മോഡലുണ്ടാവും. പോട്ടെ വണ്ടി പോട്ടെ. ഫോൺ അടിച്ചിട്ട് കാര്യമില്ല മക്കളെ. ഇന്ന് ഞാൻ പതുക്കെ പോവുള്ളൂ. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ചാനലിൽ എന്താ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എന്ന് വിചാരിക്കും നിങ്ങൾ. അപ്പോൾ ഉടനായിട്ട് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിരിക്കും. നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ചാനലിൽ എപ്പോഴും പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവ വികാസങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നതല്ല. നമ്മുടെ ചാനൽ നല്ലതൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. നമ്മൾ അടിപൊളിയായിട്ട് വരും. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊട്ടും മങ്ങലേൽപ്പിക്കാതെ നമ്മൾ തിരിച്ചു വരും. ഞങ്ങളല്ല, ഞാനും Q7 ഫാമിലി വരും. അപ്പോൾ എങ്ങനെയുണ്ട് ചടപ്പ് യാത്ര? ഇഷ്ടപ്പെട്ടോ? ഈ മരത്തിൽ കാണുന്ന മരത്തിൽ പൂക്കൾ നല്ലോണം വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അല്ലേ? മഴ ആയതുകൊണ്ട് തന്നെ ആരും നല്ല സ്പീഡിലൊന്നും പോകുന്നില്ല. ഇതാണ് എടമല വളവ്. മുട്ടിക്കടവ് എത്താവുന്നതിൻ്റെ മുന്നേ, ഇടക്കിടന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മുട്ടിക്കടവ് എത്തുന്നതിന് മുന്നേ എടമല വളവ്. ബൈക്കൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളെ ശ്രദ്ധിച്ചു പോയാൽ നമുക്ക്
ചളവള ചളവള എന്നുള്ള എൻ്റെ സംസാരം ഭയങ്കര ബോറിങ് അല്ലേ? ഫോൺ അടിച്ചിട്ട് കാര്യമില്ല മക്കളെ, ഞാൻ പോകില്ല. വാവ്, എങ്ങോട്ടാണ് ആ ബൈക്കുകാരൻ പോകുന്നത് എൻ്റെ പൊന്നെ? അത് ഈ മഴയത്ത് ഇന്നത്തെ ക്യാപ്ഷൻ കിട്ടി, എങ്ങോട്ടാണ് ആ ബൈക്കുകാരൻ പോകുന്നത് അത് ഈ മഴയത്ത്. കംപ്ലൈൻറ്റ് ടൈം. അപ്പോൾ നമ്മൾ സ്പീഡിൽ ബൈക്ക് എടുക്കുകയാണ്, കാരണം നമുക്ക് ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ അതൊക്കെ ഇട്ടത്. സോ അപ്പോൾ നമുക്ക് മങ്ങലും മൂടലും ഒക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ നിലമ്പൂർ കാടുകളിലെത്തി, അതായത് തേങ്കാട്ടിനുള്ളിൽ എത്താനായി. സോ നമുക്ക് ഒന്നാമതേ ഒരു മോഡലുണ്ടാവും, വണ്ടികൾ വരുന്നില്ല തോന്നുന്നു. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? പറഞ്ഞ് ഏതെങ്കിലും വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റുമെന്ന് തോന്നുന്നു. ഇന്നത്തെ അവസ്ഥ ഒറ്റമൈനയും മഴയും ചടപ്പും അതുകൂടെ. ചില ടൈമിൽ ഞാൻ ഗ്ലാസ് AC ഇടണം. വല്ലാതെ മോഡലുണ്ടെങ്കിൽ ഞാൻ AC ഇടാം. ടാക്സി ഇനോവ വരും, പതുക്കെ പോകും. ഓവർടേക്ക് ചെയ്യണ്ടായിരുന്നു. നമ്മുടെ ഈ നിലമ്പൂർ ഈ ഒരു സ്ഥലത്ത് കൂടി, അതുപോലെ കാരോലി പ്ലോട്ടിൻ്റെ ആ ഭാഗത്ത് പോകാൻ വേറൊരു വൈബ് അല്ലേ? ഒരു നാടുകളിലും ഇല്ല അങ്ങനത്തെ ഒരു ഉണ്ടാവും. പക്ഷേ കുറച്ച് ഉള്ളേരിയയിലേക്കും ഒക്കെ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന റോഡ് സൈഡിൽ തന്നെ നമ്മൾ കേരളത്തിൽ അങ്ങനെ അധികം കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു വൈബുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു മറ്റുള്ള നാടുകൾക്കൊക്കെ അത് ഭയങ്കര ഒരു രസമായി തോന്നുക കേൾക്കാൻ. ഒരു പക്ഷേ ഇത് എവിടെയാണ്